കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതിലേക്ക് സവാള, കറിവേപ്പില, പച്ചമുളക്, ചതച്ച ഏലക്ക, പട്ട, ഗ്രാമ്പു, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഉപ്പ്, 1 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാല് ഇവ കൂടി ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് ബീഫ് വെന്ത് വരുന്നത് വരെ ഒന്ന് വിസിൽ കേൾപ്പിക്കാം. ഇതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് അടച്ചു വെച്ച് 2 വിസിൽ കൂടി കേൾപ്പിക്കാം. ഉരുളക്കിഴങ്ങ് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി, കാഷ്നട്ട്, കറിവേപ്പില അതൊന്ന് ചേർത്ത് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാലില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാമേ, നിങ്ങൾ പോയി കാണണേ.